ലക്ഷ്മിക്ക് എന്താ പറയാനുള്ളത് കേൾക്കട്ടെ. ലെസ്ബിയൻ കപ്പിൾസിന്റെ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അതിനോട് വിയോജിപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വിയോജിപ്പ് അവർക്കെന്താ? അവര് ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ? നിങ്ങളുടെ ചെലവിൽ ജീവിക്കുന്ന ആളാണോ? അല്ലല്ല, ഞാൻ എന്റെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ വരുത്ത എന്റെ വീട്ടിൽ വന്നു. എന്താ കുഴപ്പം? ഇതെന്താണിത്? ഏത് സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ പുറത്തൊക്കെ ജീവിച്ച ആളല്ലേ? നിങ്ങൾ ഏത് സമൂഹത്തിലാണ്? മുഴുവൻ സമൂഹം അക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾ എന്തിനാണ്? ഞങ്ങൾ മണ്ടന്മാരാണോ ഇങ്ങനൊരു ഷോയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ? ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രോബ്ലം ഇല്ലല്ലോ. നിങ്ങൾ എന്ത് മോശമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ആദില ഇത് കേട്ടില്ലേ? ലാലേട്ട് ഇത് കേട്ടിട്ട് ഞാൻ ഇപ്പോഴാണ് ഇത് പ്രോപ്പർലി കേൾക്കുന്നത്. ആ ടാസ്ക് കഴിഞ്ഞ് വന്നതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിൽ ഇരിക്കുകയായിരുന്നു. അല്ല, നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കോടതി വരെ പോയ ആൾക്കാരല്ലേ? അതെ. എന്ത് മോശമായിട്ടാണ് നിങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നവര്? നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായില്ല. മസ്താനി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ആണെങ്കിൽ ഞാൻ ഇറക്കി വിടും, ഞാൻ എൻ്റെ ഫാമിലിയിൽ കേട്ടില്ല എന്ന്. അപ്പൊ ഇങ്ങനെ ഒരു ഡിസ്കഷൻ നമ്മൾ കുറച്ച് പേരിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഐ തിങ്ക് ഇറ്റ്സ് മൈ അപ്പൊ ഞാൻ ചോദിച്ചിരുന്നു, അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ഞാൻ ആ ഡിസ്കസ് ചെയ്ത ആൾക്കാരിൽ ഞാൻ ചോദിച്ചിരുന്നു, അപ്പൊ നമ്മളുടെ ഫാമിലിയിൽ നിന്ന് ഒരാൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ കൊന്ന് കളയുമോ എന്ന് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. എന്താണ് മസ്താനി ഇതിനൊരു മറുപടി പറയോ? ആ സ്റ്റേറ്റ്മെന്റിലല്ല ഞാൻ പറഞ്ഞത്. ഞാനും ആക്ച്വലി ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. ഞാൻ അഭിചേട്ടനോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ താല്പര്യം എന്റെ പേഴ്സണൽ പേഴ്സണൽ കാര്യമല്ലേ? നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങളുടെ താല്പര്യം നിങ്ങൾ മാത്രമാണ്, നിക്ഷിപ്തമാണ്. നിങ്ങളുടെ സൗകര്യത്തിന് ജീവിക്കാൻ മറ്റൊരാളെ നിങ്ങൾ പ്രേരിപ്പിക്കരുത്. ഇല്ല, പ്രേരിപ്പിച്ചല്ല, ഞാൻ അഭിചേട്ടനോട് പറഞ്ഞു. അതായത് നിങ്ങൾ രണ്ടുപേരും പുറത്തു നിന്ന് വന്ന ആൾക്കാരാണ്. ഈ ഷോ തുടങ്ങി കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് വരികയും അവിടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയുകയും അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അറിയുകയും മറ്റുള്ളവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രശ്നം? സർ, ഞാൻ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് അല്ല പറഞ്ഞത്. എനിക്കിപ്പം എന്റെ ഇറങ്ങിപ്പോക്കോളൂ, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ. അവിടെ നിൽക്കാൻ താല്പര്യമില്ല. എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞങ്ങൾക്ക് ഇതിന്റെ മറുപടി പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരം കമന്റുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഇത് ഇപ്പോഴല്ല, വളരെയധികം പ്രശ്നം ഉണ്ടാവും. ലക്ഷ്മിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവരോട്? നിങ്ങൾ വീണ്ടും പറയുന്നത് ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ്. ലാൽ സർ, ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറയാം. നിങ്ങൾ ഈ ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽസിനെയാണ് ചോദ്യം ചെയ്യുന്നത്. എത്രയോ കഴിഞ്ഞ ഷോയിലും ലോകത്തുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം, അവർക്ക് എന്താണ് കുഴപ്പം? ഞാൻ കമ്മ്യൂണിറ്റിക്ക് എതിരോ അങ്ങനെ ഇതല്ല പറഞ്ഞേ. ഞാനൊരു അമ്മയാണ്, എൻ്റെ മോൻ ഇത് ഷോ കാണുന്നതാണ്. ഏത് ഏജിലാണ് ഷോ കാണുന്നതല്ലേ? നിങ്ങളുടെ അമ്മയും മകളും നിന്റെയൊക്കെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്? എനിക്കിത് നോർമലൈസ് ചെയ്യുന്നതിനോട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു കൊടുക്കും. എനിക്ക് ഇവിടെ ഒന്ന് മനസ്സിലായിക്കോട്ടെ.